ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇതെന്തുകൊണ്ടാണ് അപ്പനെ ഒരു അറേഞ്ച്മെൻറ്റ്സ് ഇന്നിവിടെ എന്ന് ചിന്തിക്കുന്നുണ്ടാവില്ലേ? ശരിയാണ്, എൻ്റെ ഏട്ടൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് കേട്ടോ. എൻ്റെ സ്വന്തം ചോര എൻ്റെ നേരാങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി എൻ്റെയും ഡേറ്റ് ഒരുമിച്ചിട്ടാണ് കേട്ടോ. എൻ്റെ കെട്ടിൻ സഹിക്കാൻ തുടങ്ങിയിട്ട് 6 വർഷം, എൻ്റെ പൊന്നാങ്ങളേനെ എൻ്റെ എടുത്തിയമ്മ സഹിക്കാൻ തുടങ്ങിയിട്ട് 1 വർഷം കേട്ടോ എന്നേക്ക് തികയാൻ പോണത്. അപ്പോൾ ഞങ്ങളൊരു ചെറിയ ഫങ്ഷനൊക്കെ ആക്കാമെന്ന് വെച്ചു. അത് അങ്ങനെ ഞങ്ങൾ റിലേറ്റീവ്സിനെല്ലാവരെയും കൊണ്ടുവന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത് ഏട്ടൻ നല്ലൊരു പാലക്കമാല ഗിഫ്റ്റ് ചെയ്ത് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നത് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ എൻ്റെ കെട്ടിയനില്ലാതെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു ഒറ്റയ്ക്ക്. സാരല്ല, അടുത്ത വർഷം നമുക്ക് ശരിയാക്കാം. അങ്ങനെ ഞങ്ങൾ ഫുഡ് അടിയൊക്കെ തുടങ്ങി. അതിൻ്റെ ഇടയിൽ അവരോടൊരു സ്നേഹപ്രകടനം എനിക്കത്രയ്ക്ക് സഹിച്ചൊന്നുമില്ല, എന്നാലും ഞാനതെൻ്റെ ഭക്ഷണത്തിലൂടെ അങ്ങോട്ട് തീർത്തു. ആ സങ്കടം ഞാൻ ഭക്ഷണം കഴിച്ചങ്ങ് തീർത്തു. അത് കഴിഞ്ഞപ്പോൾ ഗിഫ്റ്റൊക്കെ പൊട്ടിക്കലായി കേട്ടോ. നല്ലൊരു ഗിഫ്റ്റായിരുന്നു എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കൊടുത്തത്. നല്ലൊരു ഫോട്ടോ ഫ്രെയിം, എനിക്കും ഇതേപോലത്തെ ഒരു ഫോട്ടോ ഫ്രെയിമാണ് കേട്ടോ കിട്ടിയിരിക്കണേ. അപ്പോൾ നോക്കി, ഏട്ടനും ഏടത്തിയമ്മയും കൂടി നിൽക്കണം നല്ലൊരു ഗിഫ്റ്റായിരുന്നു കേട്ടോ അത്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അയ്യോ, ഫങ്ഷൻ്റെ ഇടയിൽ ഞാനൊരു കാര്യം മറന്നേട്ടോ. ഞാൻ ഗിഫ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് ഏട്ടനെ തരാൻ മറന്നു എന്ന്. എല്ലാവരുടെയും മുന്നിൽ കൊടുക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ പാവത്തിന്. പക്ഷെ അത് നടന്നില്ല. ഏട്ടൻ എന്തായാലും കണ്ണൊക്കെ പൊത്തിക്കൊടന്ന് ഗിഫ്റ്റൊക്കെ കൊടുത്ത് ഏട്ടൻ എന്തായാലും ഹാപ്പി ആയിരുന്നു കേട്ടോ. അങ്ങനെ അതും കഴിഞ്ഞ് ഞങ്ങൾ പോയി ചാച്ചി ഉറങ്ങി. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഞാൻ ലോങ് ആക്കണം എന്നൊക്കെ വിചാരിച്ചു. ഷോർട്സ് കണ്ടിട്ട് നിങ്ങൾ ലൈക്കൊന്നും തരുന്നില്ല. എന്നെ ഒരു ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യും. നിങ്ങളുടെ ഓരോ ലൈക്കും സപ്പോർട്ടും എനിക്ക് വലിയൊരു പ്രചോദനമാണ് അതൊക്കെ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, ബൈ.